സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സ് സമരം 65-ാം ദിവസത്തിലേക്ക്. മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും സർക്കാർ തല ഇടപെടൽ ഉണ്ടാകാത്തതിനാൽ സമരം വ്യാപിപ്പിക്കാൻ സമരസമിതി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. സലീം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, പ്രധാനപ്പെട്ട 2 സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ആശമാരുടെയും വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെയും സമരം കടുപ്പിക്കുകയാണല്ലോ 2 കൂട്ടരും. സലീം, ഉന്മേഷ്, ഈ രണ്ട് സമരങ്ങളും തുടങ്ങി നിരവധി ദിവസമായിട്ടും സർക്കാർ തലത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇന്ന് 65 ദിവസം കടക്കുന്നു. മാത്രമല്ല അതിൽ പല സമയങ്ങളിലായി പല ഡെവലപ്മെന്റ്സ് ഉണ്ടായതാണ്. പക്ഷേ എന്നിട്ട് പോലും അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വനിതാ CPOമാരുടെ സമരത്തിൽ ആ സമരം അത് ഏതെങ്കിലും നിലയിലൊരു ഗുണപരമായ മുന്നേറ്റം ഗുണപരമായ കാര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. വനിതാ CPOമാരെ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും, കഴിഞ്ഞ 13 ദിവസത്തിനിടയിൽ ഏതെങ്കിലും നിലയിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാരിന്റെ ഭാഗത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി പ്രധാനമായും നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി വെറും 4 ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ. അതിനു മുൻപ് ഒരു ചർച്ച ഉണ്ടാകുമോ എന്നുള്ളത് പോലും കൃത്യമായി അറിയില്ല. പക്ഷേ വനിതാ CPOമാരെ സംബന്ധിച്ചിടത്തോളം, റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം നിർണായകമാണ്. അതിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. പിന്നീടും 2 ദിവസം കൂടി കാലാവധി അവസാനിക്കാനിരിക്കെ അവരുടെ കാര്യത്തിൽ സർക്കാരിന്റെയും മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.